ജീവിതം നയിക്കുന്നുണ്ട്. അത് അച്ഛനും അമ്മയും മക്കളും ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് കഴിയാണ്. അപ്പോൾ അത് മതി. അതിന് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കുന്ന വേലയാണ് പിന്നെ അവരുടെ ജീവിതം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വലുതും ചെറുതുമായിട്ട് മാറി സ്വഭാവം പതിനായിരക്കണക്കിന് സ്വഭാവമുള്ള ഓരോ മനുഷ്യരും ഈ നമ്മുടെ നാട്ടിലും ഉലകത്തിലും പ്രവർത്തിക്കുന്ന കർമ്മശേഷിയുടെ ഈ ധർമ്മമല്ലായ്മയും പുണ്യവും പാപവും എന്ന് പറയുന്ന വകയിൽ നമ്മൾ എവിടെ നിൽക്കുക? അതാ ഇതൊന്നുമില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇതെങ്ങനെ കളയണം? ഇതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അതാദ്യം കണ്ടിട്ട് വേണം നിങ്ങൾ രോഗത്തിനും വിഷമത്തിനും പ്രയാസത്തിനും നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞു പോകുമ്പോഴേ ആ മുൻപര നിങ്ങളെ തന്നെ പിടിക്കും. എങ്ങനെ പിടിക്കുകയാണ്? ഇതിപ്പോൾ എന്താണ്? ഭർത്താവ് ഭാര്യ അതല്ല. നിങ്ങൾ നൊൻപരം പിടിക്കുന്നു, ഭർത്താവും ഭാര്യയും പിടിക്കുന്നു, മക്കളും പിടിക്കുന്നു, ശരിയാണ്. പക്ഷെ ഈ ഭർത്താവിനുള്ള കുഴപ്പവും ഭാര്യയിലുള്ള കുഴപ്പവും അറിവുകേടിൻ്റെ നമ്മുടെ അറിവുകേടിൽ കൂടിയ ജനിച്ചിരിക്കുന്ന മക്കളും ഇതെന്താണെന്നറിയാനുള്ള വിഷയമാണ് നമ്മുടെ കയ്യിലില്ലാത്തത്. അപ്പം ഈ വിഷയം നിങ്ങൾ ഇങ്ങനെ നൊന്തറിഞ്ഞാലേ പറ്റൂ. എങ്ങനെയാണോ? ആദ്യം മുതലെടുക്കണം. അപ്പം ഈ ആദ്യം മുതലെടുത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് വരാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാനും കഴിയില്ല. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഏതെങ്കിലും ഒരു അറിഞ്ഞ വഴിയെ പോകാനൊക്കൂ. ആ അറിഞ്ഞ വഴി എങ്ങനെ വിശ്വസിക്കും? നിങ്ങളിതിപ്പോൾ ഉടനെ കേട്ടങ്ങ് വിശ്വസിക്കാനൊക്കൂ? അങ്ങനെയൊന്നും നോക്കുന്ന കാര്യമല്ല. അപ്പം നിങ്ങളുടെ അറിവിനൊത്തും പരിചയത്തിനൊത്തും പഴക്കത്തിനൊത്തും അത് പരിചയപ്പെട്ടെടുക്കേ സാധിക്കൂ. അല്ലാതെ പഴയ കാലത്ത് ഭഗവാന്റെ മായ അല്ലെങ്കിൽ എല്ലാം മഹാമായ ഇങ്ങനെ പറഞ്ഞ് കൽപ്പനപ്പെടുത്തി നിർത്തിയിരുന്ന ആ കൽപ്പനയുടെ പുറകിൽ നമ്മൾ തൂങ്ങിക്കിടന്ന് വെള്ളം കുടിക്കുക. ഇതല്ല. ഇതാരും പറഞ്ഞിട്ടുള്ള വിഷയമല്ല ഞാനീ പറയുന്നത്. ഇതെൻ്റെ അറിവിൽപ്പെട്ട വിഷയം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ പഠിപ്പാളികൾ പറഞ്ഞതും വലിയ പണ്ഡിതന്മാർ പറഞ്ഞതും വലിയ താർക്കികൻ പറഞ്ഞതും ഇതൊക്കെ കൂടി നിങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറുതെ നൂറുകണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല. ഇതൊക്കെ ഇത്രയൊക്കെ പഠിച്ചവർക്കില്ല, പിന്നെ പഠിക്കാത്തവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ ധരിച്ചിട്ട് അവശമായി പോകും. അങ്ങനെയല്ല. നിങ്ങളൊന്നും മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഓരോ ഗൃഹസ്ഥാശ്രമികൾ ഈ അച്ഛനും അമ്മ മക്കൾ ജീവിക്കുമ്പോൾ ഈ കുട്ടി ജനിക്കുന്നതിന് തന്നെ ഒരു കാരണമുണ്ട്. അപ്പം ആ കുട്ടി ഏത് സമയത്ത് ജനിക്കണമെന്നാണ്. അതെന്തുകൊണ്ട്? ഉടനെ അങ്ങ് പറഞ്ഞാലാവില്ല. നിങ്ങളുടെ മുൻഗാമികൾ ആരാധിച്ചു പോയതും ആരാധിപ്പിച്ചു പോയതുമായ വകയെ നീക്കം ചെയ്യണം. അതെങ്ങനെ നീക്കം ചെയ്യണം എന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് അത് നീക്കം ചെയ്യാതെ നമ്മൾ ഒന്നിലോട്ട് നീങ്ങരുത്. ഇതൊക്കെ ഇല്ലാത്തതാണ്, ഉള്ളതാണ്, ഇതൊക്കെ ഇതുവരെ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് ഇതെടുത്ത് കളയാം, അങ്ങനെ ധരിക്കരുത്. അങ്ങനെ കളയാനൊക്കില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് വിഡിത്തമാണ്, പറയാൻ പാടില്ല. ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് ഈ മുൻഗാമ ചരിത്രകാരന്മാർ നമ്മളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരുമല്ല, ഋഷീശ്വരന്മാരിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും നമുക്ക് പറഞ്ഞു കിട്ടിയിട്ട് ഇതുള്ളതാണ്. പക്ഷെ അതെവിടെ എത്തി നിൽക്കുന്നെന്നാണ് അവർ പറയാത്തത്. അന്ന് ചിലയിടമൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അതങ്ങനെ പറഞ്ഞ് അത് സത്യമല്ലാത്തതുകൊണ്ട് ചിലരെല്ലാം യോഗത്തിൽ കൂടി പോയി, ചിലർ കർമ്മത്തിൽ കൂടി പോയി, ചിലർ സിദ്ധാന്തത്തിൽ കൂടി പോയി, ചിലരൊന്നുമല്ലാതെ പോയി. അപ്പോൾ ഈ യോഗത്തിൽ കൂടി പോയാൽ നമുക്ക് പലതും ചെയ്ത് കാണിക്കാൻ കഴിയും. ഇത് സിദ്ധി പോലെയും കൈയടക്ക വേല പോലെയും നമ്മളിൽ ഇത് വന്നുറങ്ങുമ്പോൾ തികച്ചും
ഇത് ശരിയാണെന്ന് അങ്ങ് ധരിക്കുകയും ചെയ്യും. നമ്മളത് അച്ഛനും അമ്മയും മക്കളുമായിട്ട് അറിഞ്ഞ് ഇതിൻ്റെ പിന്നിൽ വളരുകയാണ് നമ്മൾ. അപ്പം ഇത് ശരിയല്ലെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ അത് കണക്കിനും വിശ്വസിക്കാനൊക്കില്ല. പിന്നെ ഇതല്ല ഞാൻ പറയുന്നത്. അപ്പം ഈ മുൻപ് ശ്രീകൃഷ്ണൻ പറഞ്ഞ കഥ എന്താണോ അത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ ദുഃഖം. അത് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു തരാനുള്ള ആ അറിവിലേക്ക് ഒരവസ്ഥ മാറി കിട്ടുന്നതിനാണ് ഈ രാജ്യത്ത് നിന്ന് മൊത്തം ഓടി. അല്ല, ശ്രീകൃഷ്ണന് സ്വന്തമായിട്ട് നിൽക്കാൻ വയ്യാത്തതുകൊണ്ടല്ല. പക്ഷേ ഇതെവിടെയെങ്കിലും പോയിരുന്ന ഈ കാര്യം സാധിക്കാനൊക്കൂ. അതിന് ഇവരുമായിട്ട് ഈ 5 പേരും കൂട്ടിക്കൊണ്ട് ഓടിയ കാര്യവും നിങ്ങൾക്കറിയാം. ഓടി അവരുടെ അത് കഥയിൽ ഇതൊക്കെ പറയുന്നു. ഈ അരക്കല്ലത്തിന് തീ വെച്ചതും അത് വെച്ചതും ഇവിടെ ഓടി കളിച്ചതും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വേറൊരു കരയിൽ പോയി നിന്ന് ഈ പറഞ്ഞ ഈ ദോരക പണിത് ഒപ്പിച്ചതായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇത് വെള്ളത്തിൽ മുങ്ങിയെന്നും കഥ പറയുന്നു. അപ്പം ഈ വെള്ളത്തിൽ മുങ്ങുന്നതിന് മുമ്പ് അർജുനനോട് പറയാണ്, ഈ അമ്പ് കൊണ്ട് വീണ ഉടനെ പറഞ്ഞ് ഇനി രക്ഷയില്ല, ഈ കുട്ടികളെയും പെണ്ണുങ്ങളെയും എങ്കിലും വൻകരയ്ക്ക് എത്തിക്കൂ. ഇപ്പോൾ വൻകര ഇതാണ്. ഇവിടെ വന്നിട്ട് ഈ കൊള്ളക്കാരുടെ അടിയേറ്റ് അവൻ്റെ അമ്പും വില്ലുമൊക്കെ ഒടിഞ്ഞ് കടച്ച് അപ്പോഴാണ് പറയുന്നത് ഒരു കുഞ്ഞിനെ പോലും രക്ഷിക്കാനും കഴിഞ്ഞില്ല, വാവിട്ട് കരയാണ്. ഇത്രയും വലിയ വിദ്വാനും ഈ കാര്യം നമുക്കറിയില്ല, ഇത് നമ്മളോട് പറഞ്ഞു തരില്ല. അപ്പം എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഈ അർജുനനെ ഇങ്ങനെ പറഞ്ഞയച്ചത് അത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അർജുനനെ പറഞ്ഞയച്ചത് എന്താണ്? നീ ഈ കുട്ടികളെയും പെണ്ണുങ്ങളെങ്കിലും എവിടെയെങ്കിലും എത്തിക്കൂ. പക്ഷേ എത്തിയപ്പോൾ ഇവിടെ ഈ കാട്ടുകൊള്ളക്കാർ എവിടെയെങ്കിലും അന്നത്തെ കാലമല്ലേ, വല്ല കാടിൻ്റെ അടുക്ക് എവിടെയെങ്കിലുമൊക്കെ അടുക്കാനൊക്കൂ എന്ന് ഈ പറഞ്ഞ വാഹനമൊന്നുമുള്ള കാലമല്ല. അവിടെ കയറിയപ്പോൾ ഇവരെല്ലാവരും കൂടി അടുത്ത് അടിച്ച് ശരിയായി. അന്ന് അർജുനും അന്ന് വ്യാസൻ പറഞ്ഞായിട്ടാണ് പറയണത്, കൃഷ്ണ നിനക്ക് തന്ന വരവലങ്ങളെല്ലാം ദേവന്മാരുടേതായിരുന്നു. ആ ദേവന്മാരുടെ അവസ്ഥയിൽ ഇത് നീ യോഗേശ്വരനായ കൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ നിനക്കത് ഫലിക്കുമായിരുന്നു. ഇനി ഇത് ഫലിക്കില്ല. ഒരൊറ്റ ഏത് അസ്ത്രവും ഫലിക്കുന്നില്ല. അങ്ങനെ നമുക്കിനി തപസ്സിന് പോകാം. കലിയാണ്. നമുക്ക് എന്ത് മനസ്സിലാവും? ശ്രീകൃഷ്ണനെ പറ്റി ഇത്രയും വലിയ കഥയൊക്കെ നമ്മളോട് പറയുകയാണ്. പക്ഷെ ഈ ശ്രീകൃഷ്ണൻ അർജുനനെ പറ്റി എന്ത് നമുക്ക് പറയാനുണ്ട്? നമ്മുടെ കഥ അവിടെ എങ്ങനെ ശരിയാവും? എന്നിട്ടും പഴയ വാസന പിന്നെയും നമ്മളെ വർദ്ധിപ്പിച്ചെടുപ്പിച്ച് പഴകിയ വാസന വർത്തി എത്രയെന്ന് പറയുന്ന നരേണൂരിൻ്റെ അതേ വാക്ക് വീണ്ടും ഭരിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? നമ്മൾ വീണ്ടും പഴയ ആരാധനയിലേക്ക് പോയി. നമുക്കത് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഇതിലൊരറിവാണ് ഞാൻ ഈ പറയുന്നത്. ഇത് അവസാനത്തെ. പിന്നെ ഇത് പൂർത്തിയാക്കണമെങ്കിൽ ഈ കൃഷ്ണൻ്റെ ദർശനവും അതുപോലെ വന്ന മഹാത്മാക്കളുടെ ദർശനവും വന്നിട്ട് അവരിൽ നിന്ന് ആ ലയനാത്മകമായ കർമ്മം പറഞ്ഞു കിട്ടണം. ഇത് കിട്ടിയതിന് ശേഷമേ പിന്നെ ഞാനിത് ആവർത്തിച്ചിട്ടുള്ളൂ. ഇതാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഏതൊരു അഭീകനമായിക്കോളൂ, നിങ്ങൾ സത്യത്തെ കാണണം. അതിനെ നിങ്ങളില്ല എന്ന് പറയരുത്. ലോകത്തുള്ളതൊക്കെ ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളില്ലാത്ത മായയിൽ പോയി നിന്നും കൊണ്ട് ഉള്ളതാക്കി പറഞ്ഞു ഫലിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ആരാവും?
എന്നിട്ട് അവസാനം വന്ന് ഇത് മായ എന്ന് പറഞ്ഞാൽ ഈ മായാവാദിയും ഈ അന്തർയാമികളുടെ കളിയരങ്ങുകളും നിങ്ങൾ അറിയാതെ നിങ്ങൾ എങ്ങനെ എവിടെ പോവും? നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ കഴിയും? സാധിക്കില്ല. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് അല്ലാതെ ഇതിൽ തൊട്ടുപിടിച്ചൊന്നും കളിക്കരുത്. എനിക്കിതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം ഇതെൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി. കുറേ പാവങ്ങളായിട്ട് പക്ഷെ ചിലക്ക് കുറച്ച് പേർക്ക് രക്ഷപ്പെടാം. എന്താണ്? എനിക്കൊന്നും അറിഞ്ഞൂടപ്പാ, എല്ലാം ഞാനിങ്ങനെ. അതെങ്ങനെയാണ്? നിങ്ങളുടെ അർപ്പണ ബുദ്ധി പോലെ. എങ്ങനെ? ഗുരുവേ ദൈവമേ എന്നുള്ള ഒരു അർപ്പണ ബുദ്ധി. ഗുരു ഏതാവട്ടെ, നിങ്ങൾക്ക് ആ ഗുരുവിനെ പറ്റി ബോധ്യം ഉണ്ടായിരിക്കണം. ഏതാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ ദേവനെയും ദേവിയും ഋഷിയും സന്യാസിയും പൂജിച്ചു പോയവനായിക്കൂടാന്നാണ് അർത്ഥം. എന്താണ്? ഈ ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്തെങ്കിലും കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചിട്ട് ഈ ഇന്നോളം വന്നുപോയ ഈ കലിയുടെ ധർമ്മത്തിൽ ഈ 5200 കൊല്ലം ആയതുപോരാ, എത്ര യുഗങ്ങളായി നമ്മൾ ഈ വീഴ്ച താഴ്ച വന്നിട്ട് അതിൻ്റെ ജീവൻ എങ്ങനെയൊക്കെ നിൽക്കുന്നുവെന്ന് കണ്ടിട്ട് നിങ്ങളോട് അത് പറഞ്ഞു പഠിപ്പിക്കുകയല്ല. നീ ഇന്നത് ചെയ്തോളൂ, നീ ഇന്നത് ചെയ്. അതിന് ഇന്ന വിഷമങ്ങളുണ്ടാവും, ഇന്ന ദുഃഖങ്ങളുണ്ടാവും, ഇന്ന പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഇന്നത് ചെയ്യണം. ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞ് അതാണ് ഉപദേശം. അപ്പം കൂടെ നമ്മളത് ചോദിച്ചറിഞ്ഞോണം, കൂടെ ഇരുന്നറിയണമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് പോട്ടെ, അടുത്തിരുന്നറിയാൻ നമ്മൾക്ക് ഒക്കോ? ഏതെങ്കിലും നിങ്ങൾക്കൊരു മനുഷ്യനെ കണ്ടെത്തിയിട്ട് അത് കൂടെ ഇരുന്നറിഞ്ഞോളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ കൂടെ ഇരുന്നറിയാൻ പറ്റിയതല്ല. എന്തുകൊണ്ട്? നമ്മൾ ഇത്രയും ലവ്യന്മാരാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഇത് കളഞ്ഞിട്ട് പോകാനും പറയുന്നില്ല. ഇത് കളഞ്ഞിട്ട് പോയാൽ നിങ്ങളുടെ ഈ ഇന്നോളം ജനിച്ചു വന്നിരിക്കുന്ന ആ അവധാനങ്ങളെ ഇല്ലെന്നാക്കാൻ നിങ്ങൾക്കോ എനിക്കോ അവകാശമില്ല. ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതില്ലാത്തതാക്കി മാറ്റിയെടുക്കുന്നവരെ നിങ്ങളുടെ കർമ്മം പഴകി വരണം. അതാണ്. ഇതിനാണ് ആണും പെണ്ണും ഒരുമിച്ച് പ്രവർത്തിക്കണം. അല്ലാതെ ആണ് പ്രവർത്തിച്ചിട്ടുണ്ട് പെണ്ണ് പ്രവർത്തിച്ചിട്ടുണ്ട് നടക്കില്ല. അപ്പം ഇത്രയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അങ്ങനെ സ്നേഹത്തോടെ ആദരവോടെ അച്ഛനും അമ്മയും മക്കളുമെങ്കിലും, അല്ലാതെ സാധിക്കില്ല. അച്ഛൻ വിശ്വസിച്ചിട്ട് എൻ്റെ അച്ഛൻ വളരെ വലിയ വിശ്വാസിയാണ്, സന്യാസിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഈ പറഞ്ഞ ഗുലുമാല അതിൻ്റെ അകത്ത് നിൽക്കുക. ശ്രീകൃഷ്ണനോ നബിക്കോ രക്ഷപ്പെടാൻ വയ്യാത്ത ഒരു കാര്യം നിങ്ങളെങ്ങനെ രക്ഷപ്പെടും? ഇത് നമുക്ക് പറഞ്ഞു തരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാനൊക്കും? നമ്മളുടെ ഈ ദുഃഖത്തിന് ആരാണിതിനെ നിവർത്തിച്ച് നമുക്ക് തരുന്നത്? ഇത് സാധിക്കില്ലാത്ത വിഷയമാണ്. ഇതാണ് യേശു പറയുന്ന, പിതാവേ നീ എന്നെ കൈവെടിഞ്ഞോ? അതിനേക്കാളും അപ്പുറത്തോട്ട് നിങ്ങൾക്ക് ത്യാഗം ചെയ്യാൻ കഴിയുമോ? ഈ നബിയുടെ ഈ ജിന്നുക്കൾ ഉലകം ഭരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ജാതിയും മതവും വെച്ച് കെട്ടുന്നതൊന്നും അല്ല. അങ്ങനെ വെച്ച് കെട്ടി നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കരുത്. ഈ നബിയാണ് അതൊക്കെ അവസാനം പറഞ്ഞ യഥാർത്ഥമായിട്ട്. കൃഷ്ണന് ശേഷം തീർത്തും പറഞ്ഞത് നബിയാണ്. മറ്റവരൊക്കെ തത്വചിന്തയിലൊക്കെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എങ്ങനെ അത് ആ തത്വചിന്തയിലേക്ക് കടന്നു പോകുന്ന കർമ്മം എന്തെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം വൈദികൻ്റെ പിന്നിൽ കർമ്മിച്ച് ധർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. ഈ വൈദികൻ എന്ത് ചെയ്യാനാ? ഈ ദേവനെ പിടിച്ച് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഒക്കെ മാപ്പ് പറഞ്ഞ് അപേക്ഷിച്ച് തന്ത്രം പറഞ്ഞ് മന്ത്രം പറഞ്ഞ് കടിച്ച് വീണ്ടും
ഒരപേക്ഷ മന്ത്രമായിട്ട് സമർപ്പിക്കുന്ന കർമ്മമാണ് വൈദികൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? ഇത് 1000 ഒന്നുമല്ല, 10,000 അല്ല, എത്രയോ കോടി വർഷം. അതാണ് 25 ചതുർയുഗം ആയിട്ടുണ്ടെന്നാണ്. ഒരു ചതുർയുഗത്തിന്, അതാണ് ഞാനിങ്ങനെ ഇപ്പോഴുള്ളതെല്ലാം നിങ്ങളോട് പറയുന്നത്. അപ്പം ഇത് 28ാമത് ചതുർയുഗമാണ്. 25 ചതുർയുഗം വരെ ഇത് പിഴവിൽ, അതല്ല, 3 ചതുർയുഗം വരെ പിഴവിൽ തന്നെ വരാതിരുന്നു. പക്ഷെ പിന്നെയാണ് ഈ പിഴവിലേക്ക് വന്നത്. അതൊരു കുറ്റം കൊണ്ടല്ല. പക്ഷെ ഇത് ചതുർയുഗം, ഇത്രയും ചതുർയുഗങ്ങളെ എണ്ണിപ്പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ വിശ്വസിക്കുക. അത് ഈ വക കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിശ്വസിക്കുക. അറിഞ്ഞിട്ട് ഇത് എൻ്റെ കുഞ്ഞിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ രാജ്യത്തിനും ഇല്ല, ഈ ഉലകത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളാലാവുന്നത് ചെയ്യും. ഈ ഒരു ധാരണ ഉറച്ചല്ലാതെ നിങ്ങളിതിൽ പെട്ട ഒരു രക്ഷ എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. വേറെ വല്ലവരും പറഞ്ഞുതരും, അത് അവരോട് ആയിക്കോണം, എനിക്ക് പറയാൻ കഴിയില്ല. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അതാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ പൂർവ്വന്മാർ ഇന്നോളം പോയിരിക്കുന്നതും ഇന്ന് നിലവിലിരിക്കുന്ന മക്കളും പിന്നെ അവരിലെ ഇന്ന് ജനിക്കാനും ജനിപ്പിക്കാനും കാരണമായ കർമ്മവും ഇതില്ലെന്ന് പറയാൻ പാടില്ല, ഉള്ളതാണ്. ആ ഉള്ള കർമ്മത്തെ നമ്മൾ എങ്ങനെ തീർക്കണമെന്നാണ് പിന്നത്തത്. അതാണ് പിന്നെ നമ്മൾ ആവർത്തിക്കുകയാണ്. എന്താണ്? എനിക്കൊന്നുമില്ലപ്പാ, ഒരറിവും എന്നിലില്ല. അതാരുടെ അടുത്ത് പറയും? നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നേരിട്ട് പറയാൻ കഴിയോ? ഇല്ല. ഇത്രയും വലിയ മഹാന്മാർക്ക് കഴിയാത്തത് നിങ്ങളെങ്ങനെ പറയും? ദൈവം അതേ സമയത്ത് പറയുകയും ചെയ്യും, പണക്കാരൻ്റെ അല്ല, കൂലിക്കാരൻ്റെ അല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. പിന്നെ ആർക്കാണ് ഇത് എടുക്കാൻ കഴിഞ്ഞാൽ അത് പറയും, അതില്ല. അപ്പം ഇത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മുടെ ജീവിതം കൊണ്ട്, അതായത് എങ്ങനെയാണ് നമ്മുടെ ജീവിതം? അച്ഛനും മക്കളും ഭർത്താവും ഭാര്യയും വേറെയൊക്കെ വിട്, നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വയ്ക്കുക. ഈ അച്ഛനും അമ്മയും അറിഞ്ഞോ അറിയാതെ ചെയ്ത കർമ്മത്തിന് നമ്മൾ അവകാശിയാണ്. അങ്ങനെ നമ്മുടെ പൂർവികന്മാരും നമ്മളും ആ ജീവൻ്റെ ഗതിവിഗതികൾ എന്താണെന്ന് അറിഞ്ഞെത്തിയിട്ട് നമ്മളത് എടുക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ ജീവിച്ചിരുന്ന് ചെയ്താലേ പറ്റൂ. അത് വിശേഷിച്ചും നമ്മുടെ കുട്ടികൾ, ഒരാണ് നാളത്തേക്കൊരു അച്ഛനാണവൻ, നാളത്തേക്ക് പെണ്ണ്, നാളത്തേക്കൊരു അമ്മയാണ്. ഇവൾക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കൊടുത്തില്ലെങ്കിൽ സംഗതി പേച്ചകും. ഈ ഒരു ധാരണയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരൊറ്റ വേദാന്തമല്ല ഞാൻ പറയുന്നത്. ഈ അറിവ്, വേദത്തിൻ്റെ അന്ത്യം നിങ്ങൾക്ക് പഠിക്കാൻ ദൈവം അവസരം തന്നാൽ തരട്ടെ. ഈ വേദത്തിൻ്റെ അന്ത്യത്തിൽപ്പെട്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ അന്ത്യത്തിൽ എന്തു സംഭവിക്കുന്നു എന്ന് നോക്കിയിട്ട് അതിൽ നിങ്ങളെ കർമ്മിയായിട്ട് മാറ്റുകയാണ്. ഇതാണ് വശം. ഈ വേദത്തിൻ്റെ അന്ത്യത്തിൽ നിങ്ങളെ കർമ്മ ചെയ്തെടുക്കേണ്ട വശം എന്താണോ അത് പറഞ്ഞു തരികയാണ്. അത് നിങ്ങളായിട്ട് ചെയ്ത് കർമ്മം കൊണ്ടും നിങ്ങളുടെ കുട്ടികൾ ധർമ്മം പ്രാപിച്ചിട്ട് ആ ധർമ്മവും കർമ്മവുമായിട്ട് ജോഡിച്ച് വരുന്ന നമ്മുടെ പൂർവ്വന്മാരുടെ അത് കടന്നുപോയ ആ ജീവിതത്തിൻ്റെ സകല വശങ്ങളും ഈ കുട്ടികൾ തീർക്കും. അതാണ്. അങ്ങനെ തീർത്ത് ഈ അടുത്ത ഇനിയും വരികയാണ് ചതുർയുഗം. അപ്പോൾ ഈ കലി കൊള്ളില്ല എന്നല്ല പറയാനേ, ഈ കലി നമുക്കിതിനെയൊക്കെ അടിച്ചുടച്ച് കലക്കി അതിൻ്റെ കൊത്തെടുത്ത് കളഞ്ഞിട്ട് സത്ത എടുക്കാനുള്ളതാണ് കലി. അതാണ്. ആ കലിയിലാണ് നമ്മുടെ എല്ലാ ധർമ്മവും പൂർത്തിയാണ്. ഇവിടെ പിന്നെ ബ്രാഹ്മണനോ ക്ഷത്രിയനോ ചണ്ടാളനോ ആ ഒരു ചോദ്യമില്ല. ഇന്ന് മനുഷ്യരാണ്. അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഇന്ന് പഠിപ്പിക്കാൻ അടുപ്പിക്കാതെ ഇരുന്ന ആളുകൾക്ക്
അറിയാതെ ഏതോ രാഷ്ട്രീയം പറഞ്ഞോ എങ്ങനെ കളിച്ചു, നമ്മളറിയാതെ ഇപ്പം അവർക്ക് കാശും പൈസയും ഉടുപ്പും മുണ്ടും ഒക്കെ കൊടുത്ത് പഠിപ്പിക്കത്തക്ക നിലയിൽ, പിന്നെ ആഹാരത്തിനും കൂടി. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഈ ദാരിദ്ര്യം ഇരിക്കുമ്പോൾ കുട്ടികളെ എങ്ങനെയാണ് മതിയാക്കുന്നത്? സാധിക്കില്ല. അത് ഇന്നത്തെ ഗവൺമെൻറ്റിനും കഴിയാതെ വന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഗതിയെങ്കിൽ നമ്മൾ തികച്ചും അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? ഇന്നിപ്പോൾ എല്ലാം പൊക്കിയെടുത്ത് വാരിത്തരുമെന്ന് പാശ്ചാത്യരും പൗരസ്ത്യൻ്റെ ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ റഷ്യയിലുമൊക്കെ നടന്ന സംഭവം എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കൂ. അവരെന്താണെങ്കിലും മോശമാകാൻ പ്രവർത്തിച്ചതല്ല, പക്ഷേ ഈ കാര്യത്തിൽ പിഴവ് വന്ന് അത് അവരും അറിഞ്ഞ് ചെയ്തതല്ല. അറിഞ്ഞ് ചെയ്തതാണെന്ന് ധരിക്കരുത്. നമ്മളും അറിഞ്ഞ് ചെയ്തതല്ല. അങ്ങനെ നമ്മൾ ആരും തന്നെ അറിഞ്ഞ് ഇത് ചെയ്തതാണെന്ന് ധരിച്ച് വശാകരുത്. നമ്മളെല്ലാവരും നന്നാകാൻ തന്നെ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തന ശേഷിയിൽ നമ്മൾ ആരാകണം ആരാകണ്ട എന്നറിയുന്ന ഒരു വാസനാമയം നമ്മളിലും നമ്മുടെ കുട്ടികളിലും കൂടി വരിക. അതിനിങ്ങനെ പറഞ്ഞു തരിക. ഞാൻ പറഞ്ഞല്ലോ, ഇത് തീർത്തിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അടുത്തൊരു വീട്ടുകാർ വന്നാൽ, അവരൊറ്റപ്പെട്ട് വന്നാൽ അങ്ങനെ വന്നു പോകാം. പക്ഷേ ഒരു കുടുംബത്തോടുകൂടി അല്ലാതെ ഞാൻ അവരെ മൊത്തം എടുപ്പിക്കില്ല. അപ്പം ഇത് കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മക്കളും അത്രയും മതി. നിങ്ങളുടെ സഹോദരിമാരെ അല്ല സഹോദരങ്ങളോ വേറെ എവിടെയെങ്കിലും പോയൊക്കെ കല്യാണം ചെയ്തിരിക്കും, അതൊന്നും നോക്കാനല്ല. നമ്മൾ ഒരു കുടുംബമായി കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് അപ്പയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അത് ഇതിനെ ഒന്ന് കളയണം. അല്ല വെറുതെ നിങ്ങളിത് ചെയ്യരുത്. എന്നിട്ട് ഇത് കളഞ്ഞിട്ട് പിന്നെ അവരോട് പറയും ഞാൻ, നിങ്ങളിനി ക്ഷേത്ര സമ്പ്രദായമല്ല നിങ്ങൾ ചെയ്യേണ്ട ഇന്നതാണ്, ആ ഗുരുമാർഗത്തിൽ ഇന്നതാണ് സംഭവം എന്ന് പറയുമ്പോൾ ഇത് ആളുകൾ കിട്ടിയ വശം കൊണ്ട് പറഞ്ഞ് ക്ഷേത്രത്തിൽ പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഗതി അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം അങ്ങനെയും നിങ്ങളിൽ കുറേ അധികം ആളുകൾ അറിഞ്ഞു വച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പോകരുതെന്നല്ല, നമ്മുടെ പൂർവികന്മാരും എന്തെല്ലാം ചെയ്തു വെച്ചിരിക്കണോ അതിനെ നമ്മൾ കണ്ടെത്തി അതിന് മോചനം കൊടുക്കണം. ആ ക്ഷേത്രത്തിലോ പള്ളിയിലോ ആണെങ്കിലും ശരി, ഇനി ഏത് ആരാധന സ്ഥലം എങ്ങനെയും നിങ്ങൾ പറഞ്ഞോളൂ, ഇത് മോചനമില്ലാതെ നമ്മളെങ്ങനെ പിടിക്കും? നമുക്ക് എങ്ങനെ എടുക്കാൻ കഴിയും? നമ്മൾ അങ്ങോട്ട് പോകുന്ന ഇത് ചവിട്ടിക്കൊണ്ട് വേണ്ടേ പോകാൻ? അതല്ല പറയുന്നത്. ഇതിനെ ചവിട്ടാതെ നമ്മൾ എടുത്തതിനെ കളഞ്ഞിട്ട് കർമ്മത്തിലേക്ക് നമ്മളെ എങ്ങനെ ദീർഘദർശനം ചെയ്തെടുക്കണമോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇതാണ് ഈ വചനം. അപ്പോൾ നിങ്ങൾ ഉടനെ ഇങ്ങോട്ട് വന്ന് എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, അങ്ങനെ വേദന, ഇങ്ങനെ വേദന എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സിദ്ധിപ്രയോഗം ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഞാൻ അതിലേക്ക് ബന്ധപ്പെട്ടിട്ടുമില്ല. ചിലതൊക്കെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ അറിഞ്ഞതുമല്ല, ഞാൻ അറിഞ്ഞത് ചെയ്യുകയുമില്ല. ഇനി മേലിലൊരിക്കലും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയേ ഉള്ളൂ, ഇത് ഇന്നതുപോലെ ചെയ്യും. അത് സത്യമാണോ? നിങ്ങളുടെ ജീവിതമായിട്ട് ഒട്ടിച്ചു നോക്കുക. അങ്ങനെ തട്ടിച്ചു നോക്കി വരുമ്പോൾ നമുക്ക് ഏറെക്കുറെ നമ്മുടെ ജീവിതം കൊണ്ട് ഇപ്പം 10, 20, 30 കൊല്ലമായവരുണ്ട് എൻ്റെ കൂടെ. ഇപ്പം ഈ വന്ന കൂട്ടത്തിലുമുണ്ട്. പക്ഷെ അവർക്ക് തന്നെയും ചിലത് മനസ്സിലാകാതെ ഈ വന്ന കൂട്ടത്തിൽ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. അതാ അവർ എന്നോട് സ്നേഹമില്ലെങ്കിൽ കൂടെ വരുമില്ലെന്ന് അറിയാമല്ല. പക്ഷെ അവർ ആ വാക്കൊന്ന് പതുക്കെ ഒന്ന് തെറ്റിച്ചതിൻ്റെ ഫലം കിട്ടി. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അടുത്ത് വന്ന് വളരെ കാലം കഴിഞ്ഞ് ഈ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ കുറേശ്ശെ എല്ലാവർക്കും നമുക്ക് മനസ്സിലാവും, മനസ്സിലാകത്തൊന്നുമല്ല. പക്ഷേ നമ്മളിങ്ങനെ മനസ്സിലാക്കിയെടുത്തും കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്കാർക്കും തന്നെ ഈ ഉലകത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് സത്യം. ഇത് ഞാനിങ്ങനെ ചുരുക്കി പറയുന്ന എന്താണ്, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അടിക്കടി
അറിയിക്കുകയോ ചെയ്യുന്ന ഒരു പരിചയം നിങ്ങൾക്കുണ്ടാകട്ടെ. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് സത്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾ അടുത്ത് പെരുമാറുക. അല്ലെങ്കിൽ എങ്ങനെയാണോ ഇതിൻ്റെ വശം നിങ്ങളുടെ കുട്ടികളിലേക്ക് പകർത്തുകയും കുട്ടികൾ നിങ്ങളുമായിട്ട് പ്രവർത്തിച്ച്, അല്ലാതെ കുട്ടികൾ കുറേ വിദ്യയും ധനവും പ്രബുദ്ധവും അവൻ്റെ കഴിവിനത്തൊക്കെ വരുമ്പോൾ പിന്നെ അവൻ പറയുന്നതല്ലാതെ നമ്മളെന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്ന ഗതികെട്ട ഭാഷയിൽ നമ്മളെത്തരുത്. അവന് തോന്നണം. അപ്പോൾ അവനെ ഈ ചെറുതിലേ വളർത്തിയെടുത്തെങ്കിലേ അവനത് തോന്നൂ. അല്ലാതെ അവിടെ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതിന് നമുക്ക് അറിഞ്ഞ് പ്രവർത്തിച്ച് പോകാനുള്ള ഒരു വലിയ നേട്ടമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ചെറിയ നേട്ടമായിട്ട് നിങ്ങൾ കാണുകയരുത്. ഇത് ലോകത്തിൻ്റെ ഒരു ഉദാഹരണത്തിൻ്റെ ആ ഉദ്ധരണി എങ്ങനെ നമ്മൾ എടുക്കണം, ഇത് നിങ്ങളെ അനുഭവം കൊണ്ട് യോഗ്യമാക്കി എടുക്കുകയാണ്. ഈ അനുഭവം നിങ്ങളുടെ സത്യത്തിലേക്ക് വരും. ആ സത്യം നിങ്ങളെ എല്ലാ വഴിയിലും നേരെ നടത്തും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്നെങ്കിലും എനിക്കിത് ഓരോരുത്തരായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു കഴിവുകേടും പിന്നെ സമയവും നിങ്ങൾക്കറിയാമല്ല. ഇത് നിങ്ങളുടെ വീട് ഇപ്പോൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവും. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, പറയാതിരിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ ഇത്രയും പേര് ഇപ്പം എൻ്റെ സ്വഭാവവും എൻ്റെ അറിവും അനുസരിച്ചാണെങ്കിൽ നിങ്ങളോട് ഓരോ വീട്ടുകാരോട് ഓരോ രീതി പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവും. അതവിടെ വന്നിട്ടുള്ളവർക്ക് അധികം പേർക്കും അതറിയാം. ഓരോ ദിവസവും ഓരോ ഭാഷയിലാണ് മനസ്സിലാകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, അത് വന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്താതെ ഞാൻ നിങ്ങളെ ഇതെല്ലാം അങ്ങ് നല്ലതാക്കിക്കൊള്ളാമെന്ന് പറയാൻ എൻ്റെ മനസ്സതിന് അനുവദിക്കില്ല. ഞാൻ പറയില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാം. വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർമ്മത്തിൽ ആ ധർമ്മപ്രവൃത്തിയുടെ ഫലം നിങ്ങളുടെ മക്കളായി തീരാൻ ആഗ്രഹിക്കുക. അതേ എനിക്ക് പറയാൻ. മക്കളായ എല്ലായി ഒരു സ്ഥലത്ത് നമ്മൾ പോകണ്ട. ഈ മക്കൾ മാത്രം മതി, വേറൊന്നും വേണ്ട. അവർക്ക് ഇതെല്ലാം ചെയ്തു കൊണ്ടുവരാനുള്ള എല്ലാ കെൽപ്പും അവർക്കുണ്ടാവും. ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി. ഓർമ്മയെത്തി ചെയ്യും. ഇപ്പം ഇത് മതി. നമ്മൾ അധികം അങ്ങ് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാനും ഒക്കെ നമ്മൾ ഇത്രയും കേട്ടല്ലോ. ഇനി നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഇതിൻ്റെ ഒരു പരിചയപ്പെടുന്നതിന് അവിടെ വന്നിട്ടുള്ള കുറേ പേര് ഇവിടെ തന്നെയുണ്ട്, ഈ കൂട്ടത്തിലുണ്ട്. പരസ്പരം നിങ്ങളൊന്ന് ചോദിച്ചറിയുക, ഇതെന്താണ്, നമുക്ക് വിശ്വസിക്കാവുന്നതോ അല്ലേ? അങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ട് വന്നാൽ മതി. അല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ എന്തെങ്കിലും ചെയ്തിപ്പോൾ അങ്ങ് അനുഗ്രഹിച്ച് കളയാൻ നിഗ്രഹിച്ച് കളയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടില്ല. എനിക്കത് കിട്ടില്ല എന്ന് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോടത് പറയണേ എന്തിനാ? അല്ല, കിട്ടും നിങ്ങൾക്ക്. അത് ഞാൻ പറയുന്ന വഴിയിൽ നിങ്ങൾ വിശ്വസിച്ച് പോയാൽ നിങ്ങളുടെ പരമ്പര അത് ലോകത്തിന് കൊടുത്തോളും. ഞാനല്ല കൊടുക്കുന്നത്. അന്ന് ഞാനല്ലേ, ഞാനൊരു നിമിത്തം മാത്രമാണ്. നിങ്ങളതിൻ്റെ കർമ്മി, നിങ്ങളുടെ മക്കൾ അതിൻ്റെ ധർമ്മിയായിട്ട് വരട്ടെ. മറ്റ് ന്യായമൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഇങ്ങനെ പറയൂ, എവിടെയും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് അനുഭവപ്പെട്ട അധികം ആളുകളും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സമകാലികന്മാരോട് ചോദിച്ചറിയാം. ഇതിനപ്പുറത്ത് ഞാനൊന്നും പറയണ്ട. ഇത് ഈ കൊച്ചുകുട്ടികളിൽ നമ്മളെ തികച്ചും വിചാരിച്ചും നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞയക്കുന്നതിന് മുൻപ് അവർക്കൊരു വിവേകം ഉണ്ടാക്കി അയച്ചില്ലെങ്കിൽ അവർ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ടാലും നമുക്ക് തന്നെ, നല്ലതായാലും നമുക്ക് തന്നെ. പക്ഷേ നല്ലതാകുമെങ്കിൽ ഈ പറഞ്ഞ വഴി ധനവും പ്രാപ്തിയായിട്ട് വന്നിട്ട് ആ മക്കൾ ഉലകത്തിന് ഉതകാത്ത വിധത്തിൽ പ്രവർത്തിച്ചിട്ട് നമ്മുടെ വീടും നാടും, അങ്ങനെ നമ്മുടെ അധികം വീടുകൾ
ഈ ബ്രാഹ്മണ ഇല്ലങ്ങളൊക്കെ നശിച്ചിരിക്കുന്നു. ഇപ്പം ഈ ഇംഗ്ലീഷുകാരുടെ പുറകെ പോയ കണക്കും അതിൻ്റെ പിന്നിൽ എഴുത്തുകാരനുമായിട്ട് മാറിയിരിക്കുന്ന ഒരുവന് മാത്രമേ ജീവിക്കാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ അതുപോലെയുള്ള ഇത് കമ്പനി വേലകളോ ആ കമ്പനിയെ മാന്യരാക്കി മാറ്റാനോ ഒക്കെ കഴിയുന്ന ബ്രാഹ്മണരേ ഉള്ളൂ. മറ്റൊക്കെ പാവങ്ങളാണ്. അവരെ നിങ്ങൾ ചീത്ത ചെയ്തുകൊണ്ടാണെന്ന് പറയില്ല. അവർ ചീത്തയിട്ടല്ല, അവരെ കൊണ്ട് കഴിയില്ല ഇത്. കാരണം അവരുടെ പരമ്പരയാണ് ഈ ശരിയായി തെറ്റ് വന്നത്. അത് തെറ്റാണെന്ന് നമുക്കും മനസ്സിലായിട്ടില്ല, അവർക്കും മനസ്സിലായിട്ടില്ല. അതിനാണ് നമ്മുടെ ഇടയിലേക്ക് ശൂദ്രവർഗത്തിലേക്ക് എത്ര എണ്ണത്തിനെയാണ് അയച്ചത്. പറച്ചുവിറ്റ് പന്തിരുകുലം, 18 സിദ്ധർ. പക്ഷെ പല വഴിക്കാണ് അവർ വന്നിരിക്കുന്നത്. ഇത് കഴിയെ പ്രവാചകന്മാർ എത്രയോ പേര് വന്നിരിക്കുന്നു. ഈ ഒന്നും രണ്ടും നമ്മൾ അറിയുന്നതല്ല. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ കാലങ്ങളിലും വന്നിട്ട് ഇവർ തോറ്റിരിക്കുന്ന കാര്യമാണ് നമ്മളീ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാകാതെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും കഴിയില്ല. നിങ്ങൾക്കത് നല്ലതുപോലെ മനസ്സുണ്ടായാൽ മതി, അറിഞ്ഞാൽ മതി. നിങ്ങളുടെ കുട്ടികളിൽ കൂടി അത് തീർത്ത് എടുക്കാൻ കഴിയും. ഇത് എന്താണ് പറയുന്നത്, നിങ്ങളുടെ കുട്ടികളിൽ തന്നെ ഞാനിത് കുറേ അറിവ് കൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് പറഞ്ഞുതരാനും കഴിവായിരിക്കുകയാണ്. അത് നിങ്ങൾ അതിൽ കൂടി നിങ്ങൾ കണ്ടോണം. എന്നിട്ട് നിങ്ങളുടെ കുട്ടികൾ, ഇപ്പം നമുക്കെല്ലാവർക്കും അത് സാധിക്കില്ല. പക്ഷേ നമ്മുടെ വീട് 1,00,000 വീടുണ്ടെങ്കിൽ ഒരു 10, 70, 700 വീടുകൾ തികച്ചും അനുഭവസ്ഥരായിരിക്കും. പക്ഷേ 2, 4 മക്കൾ നിങ്ങൾക്ക് ലോകത്തെ നിയന്ത്രിക്കത്തക്ക മക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. അതാണ് നിങ്ങളുടെ സമ്പത്ത് ഏറ്റവും വലുത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ കാര്യത്തിൽ ഇടപെടാവൂ. അല്ലെങ്കിൽ ഇടപെട്ടാൽ എനിക്കൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല. അത് അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ട് ഇത് ഇപ്പോഴേ നിങ്ങളോട് ഇങ്ങനെ പറയുന്നുള്ളൂ. ഇത് പറഞ്ഞു തരണമെങ്കിൽ പലതവണയിട്ട് പല രീതിയിലുള്ള അടുക്ക് പറഞ്ഞിട്ടേ നിങ്ങൾക്കിത് തികച്ചും മനസ്സിലാക്കാൻ കഴിയും. കുറ്റമല്ല, എൻ്റെയുമല്ല, എനിക്ക് തന്നെയും ഇത് പറഞ്ഞു കിട്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 7.5 കൊല്ലം എന്താണെന്ന് അറിയാൻ വയ്യാതെ അന്ധതയിലേക്ക് പോകേണ്ടി വന്നു. ഈ 17 കഴിഞ്ഞ് പിന്നെ 7.5 കൊല്ലം കഴിഞ്ഞ് പിന്നത്തെ 7.5 കൊല്ലമാണ് ഞാനീ പറയുന്നത്. അനുഭവം കിട്ടിയിട്ട് വീണ്ടും 7.5 കൊല്ലം കഴിഞ്ഞാണ്. അല്ലാതെ ഇത് ഇന്നലെ ഇങ്ങ് പൊക്കിയെടുത്തത് ഒരു മന്ത്രവിദ്യ തന്ത്രവിദ്യ ഒന്നും എൻ്റെ കയ്യിലില്ല. ദൈവം ഉള്ളതാണെന്നുള്ള സത്യത്തിൽ ഞാൻ ജീവിച്ചിരുന്ന ആ കർമ്മത്തിൽ അറിയുന്ന സത്യം, അത് നിങ്ങൾക്ക് പറഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ആർക്കും ഇതെടുക്കാവുന്നതാണ്. നിങ്ങൾ ചീത്തയായിപ്പോയി, നിങ്ങൾ നല്ലതായിപ്പോയി എന്ന് ധരിക്കാതിരിക്കുക. അത് നിങ്ങളൊരിക്കലും അങ്ങനെ ധരിക്കരുത്. എന്താണ്, നിങ്ങൾ ഈ മഗ്ദലന മറിയത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ല, അവളെപ്പോലെ ചീത്ത എത്രയും ലോകത്തില്ല എന്ന് നമ്മൾ ധരിപ്പിക്കുന്ന കഥയും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവൾക്കാണ് യേശു ഉയർത്തെണീറ്റ് എന്ന് കിട്ടിയത്. യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു, കിട്ടിയില്ല. അതിനെന്ത് പറയും? അതിനിന്ന് നമ്മുടെ ആളുകൾ ഒരു കൂട്ടർ മാതാവിനെ പൂജിക്കുന്നു, ഒരു കൂട്ടർ പുണ്യാളന്മാരെ പൂജിക്കുന്നു. ഈ വർഗീസ് പുണ്യാളനും അവനും ഒക്കെ പറഞ്ഞ് ഒരു കൂട്ടർ വേറൊന്നിനെ പൂജിക്കുന്നു. അപ്പം ഈ മാതാവിനെ പൂജിച്ചതിന് ഈ മാതാവ് എന്താണ് കാരണമായത്? യേശു നമ്മളെ അതുപോലെ എത്ര ആൺകുട്ടികൾ ജനിക്കുന്നു, എത്ര പെൺകുട്ടികൾ ജനിക്കുന്നു. യേശുവിനെ പ്രസവിക്കാൻ കാരണമായതാണ് ഈ മാതാവിന് ഭോജനം കിട്ടിയത്. അപ്പോൾ അത് ദഹിക്കാതെ ചെയ്യുന്ന മാതാവാണ് ഇതിനെല്ലാം വലുതെന്നൊരു കൂട്ടർ. അങ്ങനെ 64 സഭ അവർ തിരിഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പം അത് 200-ൽ കൂടുതലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കഥ. ഇതൊന്നും നമ്മൾ ചീത്തയായിട്ട് കാണരുത്. ഇതെല്ലാം ഉള്ളത് നല്ലതായിട്ട് കണ്ടും കൊണ്ട് ആ നല്ലതിൻ്റെ തിരിവെന്താണ് നമുക്ക് എടുക്കേണ്ടത്,
ആ നല്ല തിരിവ് എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചോളൂ. ഇതേ നിങ്ങൾക്ക് കഴിയും. ഇനി എല്ലാവരും പ്രാർത്ഥന സമയമായി. നമ്മൾ എങ്ങനെ വേണോ അങ്ങനെ ചിന്തിച്ചു. പിന്നെ എനിക്ക് ഓരോരുത്തരായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു കഴിവുകേട് കൊണ്ട് എൻ്റെ ഇന്ന സമയമില്ല. എനിക്ക് വയ്യാതെ കിടന്നുകൊണ്ട് പറയാനും താമസിച്ച്. പക്ഷേ കുറച്ച് പേരെ പറഞ്ഞയച്ചു. അവർ 4 തവണയായിട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് പേരെ പറഞ്ഞയച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. ഇവർക്ക് ഈ നോട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു കൊടുക്കാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് പേർക്ക് കൊടുക്കുക, വലിയവർക്ക് കൊടുക്കുക. തീർന്നുപോയി. അത് നമുക്ക് കുറേ അടുപ്പിക്കാൻ. അല്ല, അതല്ല, ഇനിയിപ്പോൾ വേണ്ട. അവർക്കിത് പിന്നെ നമ്മുടെ അടുത്ത് വന്ന് അന്വേഷിച്ച് ഇതാണ് ഒന്ന് പറഞ്ഞൊന്ന് കൊടുക്കണ്ടേ, അതില്ല. പിന്നെ പുസ്തകങ്ങൾ വായിച്ച് അവർക്ക് പെട്ടെന്ന് അറിവ് വരില്ല. നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവരൊക്കെ വന്ന് പരിചയമുള്ളതാണ്, നിങ്ങളുടെ നാട്ടുകാരാണ്, ചോദിച്ചോളണം. പരസ്പരം അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റൊരു ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തി പോകാൻ എനിക്ക് കഴിയില്ല. രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ കഥയൊന്നും നമ്മുടെ ജീവിതകാലം മുഴുക്ക പഠിച്ചെടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. അങ്ങനെ പഠിക്കുകയല്ല, അങ്ങനെ അങ്ങ് നിങ്ങൾ പോകണ്ട. എന്താണ്, നിങ്ങളൊരു വിശ്വാസത്തിൻ്റെ പിന്നിൽ അനുഭവത്തിൻ്റെ യോഗ്യതയിൽ ആ കർമ്മത്തിൻ്റെ പൂർത്തീകരണം നിങ്ങൾക്കുണ്ടാകട്ടെ. കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഭംഗിയായി ഭരിച്ചെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലെങ്കിലും, മറ്റതാകട്ടെ ഏതോ പോട്ടെ, നെഹ്റു കുടുംബവും ശാസ്ത്രീയമാണ്. പക്ഷേ ഇന്ന് അവരെവിടെയാണെന്ന് നിങ്ങൾ നോക്കൂ. ഇതിനേക്കാളൊന്നും വലുതായി നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ആ വഴിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിനേക്കാളും വലുതായിട്ട് വരാൻ കഴിയില്ല. അപ്പം ഇത് എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലാതെ അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാലും എന്നോട് ചോദിച്ചാലും പറയാനുള്ള ഒരറിവാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. അങ്ങനെയും നമുക്ക് പോകാവൂ. എങ്കിലേ നമുക്ക് ഇത് അവരാരും ചീത്ത ചെയ്യാൻ വന്നവരാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ചീത്ത ചെയ്യാൻ വന്നവരല്ല. ആ കുടുംബത്തിലെ ഒരു വ്യക്തി, നിങ്ങൾക്കും അറിയാം, ഇന്ത്യയെ വിലയ്ക്ക് തന്നേക്കെന്ന് പറയാൻ കരുത്തുള്ള ഒരു മകനായിരുന്നെങ്കിൽ എന്തുകൊണ്ടത് നമുക്ക് സംഭവിച്ചില്ല? കൈ കെട്ടി. എന്നിട്ട് എന്തായി? അപ്പം ഇങ്ങനെ നമ്മൾ ഏത് തരത്തിൽ ചിന്തിച്ചിട്ടും നമുക്കത് കൈവശം വന്നു ചേരുന്നില്ല. വന്നു ചേർന്നാൽ നമുക്കത് എടുക്കാൻ അറിയില്ല. എടുത്തത് നേരെ കൊണ്ടുപോകാൻ ഒക്കുന്നില്ല. എല്ലാവരും സോഷ്യലിസം പറയുമ്പോൾ നമ്മളത് ശരിക്കും ശരിയെന്ന് സമ്മതിക്കുകയും ആ വഴിയോടെ നടക്കാൻ അറിയാൻ വയ്യാതെയും ഇരുന്നിട്ട് കർമ്മയില്ലാത്ത ഒരു നിലപാടിൽ നമ്മളെത്തുന്നു. ഈ ഇത് ഉണ്ടായാൽ അവർക്ക് കുറേ മനസ്സിലാവും, കുറേ താല്പര്യം. അല്ലാതെ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ഇന്ന പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞു പോയി ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പെട്ടെന്ന് പിന്നെ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇന്നോളം ചെയ്തിട്ടുള്ള കർമ്മഗതിയുടെ ഒരു പുണ്യ പാപശക്തി അത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വന്ന് ചോദിച്ചാൽ അതൊന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ അത് ഇപ്പം നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും, എല്ലാവരോടും കൂടി അങ്ങനെ പറയാം. ഒരാൾക്കുള്ള കാര്യം പറഞ്ഞ് ആ വീട്ടുകാരെ നന്നായി, ആ വീട്ടുകാർക്ക് നന്നാകാനുള്ള വാശി വന്നാലേ നന്നാകും. കേട്ടെന്ന് വെച്ച് വരില്ല. ചെയ്തെടുക്കാനുള്ള വാസനയും കൂടി അവർക്ക് വേണം. ചില വീട്ടുകാർക്ക് അത് കാണുകയില്ല. അത് അവരുടെ കുറ്റമല്ല. പൂർവികന്മാരില്ല ആ നന്മയില്ലാതെ പോയത് തികച്ചും പിടികൂടിയിരിക്കുകയാണ്. ചില വീട്ടുകാർക്ക് അത് ചെയ്യാം. ചില വീട്ടുകാരെന്താണെന്ന് അറിയാനും പോലും താല്പര്യപ്പെടുകയില്ല. ചിലരതല്ല, വാശി പിടിച്ചത് ചെയ്തെടുക്കും. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ അറിഞ്ഞെടുക്കുക.